ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. നമ്മൾ കുറച്ച് മുമ്പ് പോയിട്ടുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സ് കയ്യിലുണ്ടായതുകൊണ്ട് നമ്മളങ്ങനെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഒരു പൊന്മുടി വ്ളോഗാണേ. അപ്പോൾ നമ്മൾ പകുതി മുക്കാലെത്താറായപ്പോൾ നമുക്കൊരു വ്യൂ കിട്ടിയിട്ടതാണ്. കുറേ മയിലുകൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് പറന്ന് വരുന്നതാണ്. അപ്പോൾ അതവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ കൊത്തിപ്പറക്കി തിന്നുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പെൺമയിലാണെന്ന് തോന്നുന്നു, കാരണം പീലി ഒന്നും കണ്ടില്ല. ഒരു 7 ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അതിനെ കണ്ടിട്ട് വീണ്ടും നമ്മുടെ യാത്ര തുടർന്നു. അപ്പോൾ 2 സൈഡും ഫോറസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൊന്മുടി എത്താറായപ്പോൾ താഴെ എത്തിയപ്പോൾ നമുക്കൊരു സിപ്പ് ലൈനൊക്കെ കിട്ടി. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ കയറിയതാണ്. 300 രൂപയാണ് കേട്ടോ ചാർജ്. ഒരു വ്യൂ ഇല്ലായിരുന്നു. കയറിയിട്ടില്ലാത്തവർക്ക് വേണമെങ്കിൽ കയറാമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് ചെന്നപ്പോൾ നമുക്കൊരു ചെക്ക് പോസ്റ്റ് കിട്ടി. അവിടെ നമ്മൾ പാസ് എടുക്കണം. പാസ് എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ അവരുള്ളിലോട്ട് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ നമ്മളങ്ങനെ പകുതി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അടുത്ത വ്യൂ കിട്ടി. ഞാനിന്ന് കൊല്ലോടാ കുരുത്തം കെട്ടവന്. നിന്നെ അങ്ങനെ മുമ്പോട്ട് നമ്മൾ നാണ്ടിതാ 2-3 മൈൽ വീണ്ടും അതും ഒരു ഫാമിലിയാണ് കേട്ടോ, കാരണം ആണും പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ നമ്മുടെ പോയിന്റിലെത്തി. അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്. ഇത് കണ്ടോ, ഇത് ആടാണെന്ന് തോന്നല്ലേ. അപ്പോൾ ഇതിന് അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്നൊന്നും എനിക്കറിയില്ല. പറയാന്നേരം ഇത് പറഞ്ഞു തരിക. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് അങ്ങോട്ട് മുമ്പോട്ട് ചെന്ന് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ കാണാം. അപ്പോൾ ഞാൻ ഒരു കാര്യം, നമ്മൾ പോയത് ഫെബ്രുവരിയിലാണ്. ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, ഭയങ്കര വെയിലായിരുന്നു. നമ്മളൊരു 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തിയിരുന്നു. പക്ഷെ എന്നാലും ഭയങ്കര വെയിലായിരുന്നു. ഹൈ റേഞ്ച് ആയതുകൊണ്ടാണോ അതോ ആ കാലാവസ്ഥയുടെ ആണോ എന്നൊന്നും അറിയില്ല. ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ പോകുന്നെന്നുള്ള വഴി രാവിലെ തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, നടക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നടക്കാൻ, കാരണം ഫുള്ള് കുപ്പിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നടന്നിട്ട് പിന്നെ നമ്മൾ പൊതിച്ചോറ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫുഡ് മാക്സിമം കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞൊരു 4 മണിയായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.